വചനം 149. വമിൻ ഹൈസു, ഇടത്തിൽ നിന്ന്, ഇടത്തിൽ വെച്ച്, ഖറജിത, നീ പുറത്തുപോയി, പുറപ്പെട്ടു, ഫവല്ലി, നീ തിരിക്കുക, വജ്ഹക, നിന്റെ മുഖം, ഷത്റ, നേരെ, ഭാഗത്തിന്, അൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിൻ്റെ, വ ഇന്നഹു, നിശ്ചയമായും അത്, ലൽ ഹഖ്, യഥാർത്ഥം തന്നെ, സത്യം തന്നെ, മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള, വമല്ലാഹു, അല്ലാഹു അല്ലതാനും, ബിഗാഫിലിൻ, അശ്രദ്ധനെ, അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി. ومن حيث خرجت فول وجهك شطر المسجد الحرام وإنه للحق من ربك وما الله بغافل عما تعملون. നീ പുറപ്പെട്ടു പോയിടത്തുനിന്ന് എല്ലാം തന്നെ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിച്ചുകൊള്ളുക. നിശ്ചയമായും അത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള യഥാർത്ഥം തന്നെയാകുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനൊന്നുമല്ല. വചനം 150. വമിൻ ഹൈസു ഖറജിത, നീ പുറപ്പെട്ടു പോയിടത്തുനിന്ന്, ഫവല്ലി വജ്ഹക, നിന്റെ മുഖത്തെ നീ തിരിക്കുക, ശത്റൽ മസ്ജിദി, മസ്ജിദിന്റെ നേരെ, പള്ളിയുടെ നേരെ, അൽ ഹറാമി, പവിത്രമായ, വഹൈതുമാ കുന്തും, നിങ്ങൾ എവിടെയായാലും, നിങ്ങൾ ആകുന്നിടത്ത് വച്ച്, ഫവല്ലു, നിങ്ങൾ തിരിക്കുവീൻ, വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ, ഷത്റഹു, അതിൻ്റെ നേരെ, ഭാഗത്തേക്ക്, ലി അല്ലായകൂന, ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി, ലിന്നാസി, മനുഷ്യർക്ക്, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്കെതിരിൽ, ഹുജ്ജത്തുൻ, ഒരു ന്യായം, തെളിവ്, ഇല്ലല്ലദീന, യാതൊരു കൂട്ടർക്ക് ഒഴികെ, ളലമു, അക്രമം ചെയ്ത, അവർ അനീതി പ്രവർത്തിച്ചു, മിൻഹും, അവരിൽ നിന്ന്, ഫലാ തഖ്ശൗഹും, അതിനാൽ, എന്നാൽ നിങ്ങൾ അവരെ പേടിക്കേണ്ട, വഖ്ശൗനി, എന്നെ പേടിക്കുകയും ചെയ്യുവിൻ, വലി ഉതിമ്മ, ഞാൻ പൂർത്തിയാക്കുവാൻ വേണ്ടിയും, നിഅ്മതി, എൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ മേൽ, വലഅല്ലക്കും, നിങ്ങളായേക്കുവാനും, തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുക. ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجة إلا الذين ظلموا منهم فلا تخشوهم واخشوني ولأتم نعمتي عليكم ولعلكم تهتدون. നീ പുറപ്പെട്ടു പോയിടത്തുനിന്ന് എല്ലാം തന്നെ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിച്ചുകൊള്ളുക. നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ അതിനു നേരെ തിരിക്കുവീൻ. നിങ്ങൾക്കെതിരിൽ മനുഷ്യർക്ക് ഒരു ന്യായവും കൊണ്ടുവരുവാൻ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, അതെ, അവരിൽ നിന്ന് അക്രമം ചെയ്തവർക്കൊഴികെ. എന്നാൽ അവരെ നിങ്ങൾ പേടിക്കേണ്ട, എന്നെ പേടിക്കുകയും ചെയ്തുകൊള്ളുവീൻ. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കുവാനും വേണ്ടിയത്രേ അത്. 149, 150 എന്നീ വചനങ്ങളുടെ വിശദീകരണം. ഖിബലയുടെ വിഷയം എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു കണക്കിലെടുത്തിരിക്കുന്നതെന്ന് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ വാക്യങ്ങളും അവക്കിടയിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തത്വങ്ങളും മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക. മതചിഹ്നങ്ങളിൽ ഖിബലക്കുള്ള സ്ഥാനവും ഖിബല മാറ്റത്തെ തുടർന്ന് ശത്രുചേരികളിൽ നിന്ന് പ്രകടമായ എതിർപ്പിൻ്റെ രൂക്ഷതയും അതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. ആദ്യം 144 വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹം നിറവേറ്റിത്തരാമെന്ന് അറിയിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിഞ്ഞുകൊള്ളുവാൻ തിരുമേനിയോട് കൽപ്പിച്ചു.
പിന്നീട് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിവരിച്ച ശേഷം ഈ വചനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് 2 പ്രാവശ്യം വീണ്ടും ആ കൽപ്പന ആവർത്തിച്ചിരിക്കുന്നു. അതോടൊപ്പം സത്യവിശ്വാസികളെയും കൂടി അഭിമുഖീകരിച്ചുകൊണ്ട് 4ാമതും അത് ആവർത്തിക്കുന്നു. പ്രസ്താവിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി വാക്കുകളെയോ വാക്യങ്ങളെയോ ആവർത്തിക്കുക ഭാഷകളിൽ പൊതുവെ അംഗീകരിക്കപ്പെടാറുള്ള ഒരു പതിവാകുന്നു. അറബി ഭാഷയിൽ പ്രത്യേകിച്ചും ഈ പതിവ് കാണാം. ഇത്രയും ശക്തമായ രൂപത്തിൽ ഈ വിഷയം ആവർത്തിച്ചുറപ്പിക്കുവാനുള്ള പല കാരണങ്ങളും ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തു കാണിച്ചിരിക്കുന്നു. എല്ലാ മതക്കാർക്കും ഓരോ ഖിബലയുണ്ട്. അതുപോലെ മുസ്ലിങ്ങൾക്കും ഒരു ഖിബല വേണ്ടതുണ്ട്. അത് എല്ലാറ്റിലും കൂടുതൽ ഉത്തമവും ഗുണകരവുമായിരിക്കണം എന്നൊക്കെ 148-ാം വചനത്തിൽ സൂചിപ്പിച്ചു. ഇത് അള്ളാഹുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വേണ്ടപ്പെട്ടതായ ഒരു യഥാർത്ഥമാണെന്ന് 149-ലും ചൂണ്ടിക്കാട്ടി. എതിർകക്ഷികൾ മുസ്ലിങ്ങൾക്കെതിരെ ന്യായവാദമൊന്നും കൊണ്ടുവരാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുവാനും അവർ സന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെന്ന് 150-ലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അല്പം മനസ്സിരുത്തി പരിശോധിക്കുന്ന പക്ഷം വേറെയും പല സൂചനകളും ഈ വചനങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയും. ഈ വിഷയം ഇത്രയും ഗൗരവമർഹിക്കുവാൻ അന്നത്തെ ചുറ്റുപാടിൽ വേറെയും ഒരു കാരണമുണ്ടായിരുന്നു. മതപരമായ അനുഷ്ഠാന നിയമങ്ങളിൽ ഏർപ്പെട്ട 1ാമത്തെ നസ്ഖ് അഥവാ നിലവിലുള്ള ഒരു വിധി മാറ്റി തൽസ്ഥാനത്ത് വേറൊരു വിധി നടപ്പാക്കൽ ആയിരുന്നു ഈ ഖിബല മാറ്റം. നസ്ഖിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നുണ്ടായ രൂക്ഷമായ എതിർപ്പുകളും ശുദ്ധഗതിക്കാരായ ചില മുസ്ലിങ്ങളിൽ അത് വരുത്തിയ ആശയക്കുഴപ്പങ്ങളും സംബന്ധിച്ച് 106-ാം വചനത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലും നാം കണ്ടുവല്ലോ. പുറത്തു പോയയിടത്തു നിന്നെല്ലാം മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിയണം. വമിൻ ഹൈസു ഖറജ്ത ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദിൽ ഹറാം എന്നു പറഞ്ഞതിൻ്റെ സാരം എവിടെ യാത്ര പോയാലും അവിടെ നിന്നെല്ലാം നമസ്കാരത്തിൽ കഅബയിലേക്ക് തിരിയണമെന്നും നിങ്ങൾ ആയിരിക്കുന്നിടത്തു നിന്നൊക്കെ തിരിയണം. വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റ എന്നു പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ കഅബയുടെ അടുത്തോ ദൂരെയോ ആയാലും കഅബ കാണാവുന്നിടത്തോ കാണാത്തിടത്തോ ആയാലും അങ്ങനെ ചെയ്യണമെന്നുമാകുന്നു. ബൈത്തുൽ മുഖദ്ദസിനെ സ്ഥിരം ഖിബലയായി നിയമിക്കുന്ന പക്ഷം ഇവർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഖിബലയെ അനുകരിക്കുന്നതെന്നും ഇവർ കഅബയെ ഖിബലയാക്കേണ്ടവരല്ലേ എന്നുമൊക്കെ വേദക്കാർ പറയുവാൻ ഇടവരും. മുഹമ്മദിൻ്റെ മാർഗം ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മാർഗമാണെന്ന് വാദിക്കുകയും അതോടുകൂടി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഖിബല അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും മറ്റും മുശ്രിക്കുകളും പറഞ്ഞേക്കും. ഇതൊക്കെ സൂചിപ്പിച്ചാണ് നിങ്ങൾക്കെതിരെ മനുഷ്യർക്ക് ഒരു ന്യായം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ലി അല്ലാ യക്കൂന ലിന്നാസി അലൈക്കും ഹുജ്ജ എന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുർവാശിക്കാരും ദുരുദ്ദേശപൂർവം നിഷേധത്തിനൊരുങ്ങിയവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിനും ന്യായത്തിനും സ്ഥാനമില്ല. ഖിബല മാറ്റിയാലും ഇല്ലെങ്കിലും കഅബയായാലും അല്ലെങ്കിലും അവർ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക സ്വാഭാവികമാണ്. ഇത്തരക്കാരെ പറ്റിയാണ് അവരിൽ നിന്നുള്ള അക്രമികളൊഴികെ ഇല്ലല്ലദീന ളലമു മിൻഹും എന്നു പറഞ്ഞത്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊന്നും ചെവിക്കൊള്ളേണ്ടതില്ല, അവഗണിച്ചു തള്ളുകയേ വേണ്ടൂ. അവർ മൂലം ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല. അവരെയൊന്നും ഭയപ്പെടേണ്ട, അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത്. നിങ്ങളുടെ മതനിയമങ്ങൾ വ്യവസ്ഥപ്പെടുത്തി നിയമിച്ചു തരുന്നത് നിങ്ങൾക്ക് അവൻ കനിഞ്ഞേകുന്ന അനുഗ്രഹമാണ്. അത് മുഖേന നിങ്ങൾക്ക് നേർമാർഗം പ്രാപിച്ച് വിജയം നേടാവുന്നതാണ് എന്നൊക്കെ സത്യവിശ്വാസികളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു തുടരുന്നു.